ഞങ്ങൾ ഏർക്കാടിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. 2 ദിവസമാണ് കൊടൈക്കനാലിൽ ചിലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏർക്കാടിൽ നിന്ന് ഏകദേശം 7 മണിക്കൂർ യാത്രയുണ്ട് കൊടൈക്കനാലിലേക്ക്. അപ്പോൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. കൊടൈക്കനാലിലെ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസസ് ഇതിൽ കവർ ചെയ്യുന്നതാണ്. കൊടൈക്കനാലിന്റെ വിശേഷങ്ങളുമായി ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടൈക്കനാലിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നവർ മസ്റ്റ് ആയും ചെയ്തിരിക്കേണ്ട ഒന്നാണ് ഇ പാസ്. TN ഇ പാസ് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതിയും വണ്ടിയുടെ ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങൾക്ക് ഇ പാസ് എടുക്കാവുന്നതാണ്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ ഇ പാസ് കാണിച്ചാൽ മാത്രമാണ് കൊടൈക്കനാൽ പോകാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അവ ഈ ചെക്ക് പോസ്റ്റിൽ കളഞ്ഞ ശേഷമാകും വണ്ടിയുള്ളിലേക്ക് വിടുക. ഇത് പോകുന്ന വഴിയുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്, സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ. ധാരാളം ആളുകൾ ഇതിനു മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കൊടൈക്കനാലിൽ എത്തിയ ഞങ്ങൾ ആദ്യമേ പോയത് കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. റോ ബോട്ടിന് 500 രൂപയാണ് റേറ്റ്. കൂടാതെ 500 രൂപ ഡെപ്പോസിറ്റും ചേർത്ത് 1000 രൂപ വേണം കൊടുക്കാൻ. ബോട്ട് റൈഡ് കഴിഞ്ഞ് തിരികെ വന്ന് ടിക്കറ്റ് കാണിച്ചാൽ 500 രൂപ റീഫണ്ട് ചെയ്യും. ഋതുക്കുട്ടിക്ക് ബോട്ട് റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ബോട്ട് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. 20 മിനിറ്റ് ആണ് ബോട്ട് റൈഡ്. 200 രൂപ കൂടുതൽ തന്നാൽ കുറച്ചു നേരം കൂടുതൽ തുഴയാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ബോട്ട് റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കോക്കേഴ്സ് വാക്കിലേക്കാണ്. കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് 15 മിനിറ്റിൽ കോക്കേഴ്സ് വാക്കിൽ എത്താം. കൊടൈക്കനാലിലെ ഏറ്റവും മനോഹരമായ വാക്ക് വേകളിൽ ഒന്നാണ് കോക്കേഴ്സ് വാക്ക്. സീ ലെവലിൽ നിന്ന് 2133 മീറ്റർ ഉയരത്തിലുള്ള ഈ വാക്ക് വേയിൽ നിന്ന് താഴെയുള്ള താഴ്വരകളും മഞ്ഞുമൂടിയ മലകളുടെയും സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാം. 1 കിലോമീറ്റർ നീളമുള്ള പാതയാണിത്. വാക്ക് വേയുടെ സൈഡിലായി ധാരാളം കടകളുമുണ്ട്. കോട ഇറങ്ങിയത് കൊണ്ട് അധികം കാഴ്ചകൾ കാണാൻ സാധിച്ചില്ല. ഇവിടെ ഒരു ടെലിസ്കോപ്പും ഉണ്ട്. അവിടെ നിന്ന് പോയത് ഹോട്ടലിലേക്കാണ്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. ആക്ച്വലി ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ട്രീ ഹൗസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. മുഴുവൻ തടി കൊണ്ട് നിർമ്മിച്ച മുറിയാണിത്. താഴെ ഒരു കിങ് സൈസ് ബെഡും മുകളിലായി ഒരു സിംഗിൾ ബെഡും ഉണ്ട്. ബാത്ത് ടബ് ഉള്ള ബാത്റൂമാണ്. വിശാലമായ ബാൽക്കണിയാണ്. ഇവിടെ നിന്നാൽ ദൂരെ സിറ്റിയുടെ കോടമഞ്ഞ് മൂടിയ കാഴ്ച കാണാം. അടുത്ത ദിവസം രാവിലെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് പില്ലർ റോക്സിലേക്കാണ്. കൊടൈക്കനാലിലെ ഏറ്റവും ഐക്കോണിക് വിസിറ്റ് പോയിന്റുകളിൽ ഒന്നാണ് പില്ലർ റോക്സ്. തികച്ചും നേർക്ക് നേർ ഉയർന്നു നിൽക്കുന്ന 400 അടി ഉയരമുള്ള 3 വലിയ ഗ്രാനൈറ്റ് പാളങ്ങളാണ് പില്ലർ റോക്സ്. അതിനുശേഷം ഞങ്ങൾ പോയത് ഗുണ കേവിലേക്കാണ്. കൊടൈക്കനാലിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയ സ്പോട്ടുകളിൽ ഒന്നാണ് ഗുണ കേവ്. ഡെവിൾസ് കിച്ചൺ എന്നും ഗുണ കേവ്സ് അറിയപ്പെടുന്നു. 1975 ഗുണ എന്ന തമിഴ് സിനിമ ഇവിടെ ചിത്രീകരിച്ചത് കൊണ്ടാണ് ഇത് ഗുണ കേവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഗുഹകൾ പാറകൾക്കിടയിലുള്ള വളരെ ഇടുങ്ങിയ ചുരങ്ങളാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഗുഹയുടെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. കുറെ അധികം സ്കൂൾ, കോളേജ് കുട്ടികൾ ഇവിടെ ടൂറിനായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഈ മരങ്ങളുടെ വേരുകളുടെ ആകൃതിയാണ് ഇവിടത്തെ ഹൈലൈറ്റ്. സന്ദർശകരുടെ സുരക്ഷയ്ക്കായി പല മലയിടുക്കുകളിലും ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണിത്. അതിനുശേഷം ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. 1930 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നട്ടുപിടിപ്പിച്ച ഈ പൈൻ മരങ്ങൾ ഇന്ന് കൊടൈക്കനാലിന്റെ ഏറ്റവും ഫോട്ടോജനിക് സ്ഥലങ്ങളിൽ ഒന്നാണ്. ഫാമിലിക്കും കപ്പിൾസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് പൈൻ ഫോറസ്റ്റ്. അതിനുശേഷം ഞങ്ങൾ പോയത് മോയർ പോയിന്റിലേക്കാണ്. ബെരിജാം ലേക്ക് റോഡിന്റെ തുടക്കത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
1929 സർ തോമസ് മോയർ ഈ റോഡ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേര് നൽകിയത്. ഇവിടെയുള്ള വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ ആഴത്തിലുള്ള താഴ്വരകളുടെ മനോഹരമായ ഭംഗി ആസ്വദിക്കാം. കോട ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് അധികം കാണാൻ സാധിച്ചില്ല. ചെറിയൊരു ഗാർഡനും ഒരു കാളയുടെ ശില്പവും ഉണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് അധികം ആളുകൾ സന്ദർശിക്കാത്ത പൂമ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. ഇത് പൂമ്പാറയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. കൊടൈക്കനാലിന് അടുത്തുള്ള ഒരു മനോഹരമായ ഗ്രാമമാണ് പൂമ്പാറ. മലകളുടെ മുകളിലെ ടെറസ് ഫാമിംഗ് ആണ് ഇവിടത്തെ ഹൈലൈറ്റ്. കോടയിൽ മൂടി നിൽക്കുന്ന ഗ്രാമം കാണാൻ എന്ത് ഭംഗിയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് കൊടൈക്കനാലിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരെയായി മലകളുടെ ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന മന്നവന്നൂർ ഈക്കോ ടൂറിസത്തിലേക്കാണ്. മുതിർന്നവർക്ക് 30 രൂപയാണ് എൻട്രി ഫീസ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് കടകളും ഹോട്ടലുകളും ഉണ്ട്. ഇവിടെ നിറയെ മുട്ടക്കുന്നുകളാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയയും ഇവിടെയുണ്ട്. കുറച്ച് നടന്നാൽ ഒരു തടാകം കാണാം. അവിടെ ആളുകൾക്ക് ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ഇനിയും ഉള്ളിലേക്ക് നടന്നാൽ ചെമ്മരിയാടുകളെ മേയ്ക്കുന്നതും കുറച്ച് അഡ്വഞ്ചറസ് റൈഡുകളും ഉണ്ട്. വൈകുന്നേരമായതിനാൽ ഇരുട്ടും മുമ്പ് തിരിച്ചിറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കിഡ്സ് പ്ലേ ഏരിയയിലേക്ക് പോയി. കുറച്ചു നേരം അവിടെ ഋത്തുക്കുട്ടിയെ കളിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴികളിലൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഷോപ്പിങ്ങിനാണ്. കൊടൈക്കനാൽ ലേക്കിന് സമീപമായി ധാരാളം കടകളുണ്ട്. തുണികളും ചോക്ലേറ്റ്സും കളിപ്പാട്ടങ്ങളും ബാഗുകളും ഒക്കെയായി ധാരാളം കടകൾ. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു തിരിച്ച് റൂമിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പോയത് കൊടൈക്കനാൽ അപ്പർ ലേക്ക് വ്യൂ പോയിന്റിലേക്കാണ്. കൊടൈക്കനാൽ ലേക്കിന്റെ ആകാശ ദൃശ്യം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ്. ഇടുങ്ങിയ റോഡിലൂടെ വേണം ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിൽ എത്താൻ. റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് വേണം ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിൽ എത്താൻ. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇവിടെ സന്ദർശിക്കണം. പോകുന്ന വഴിയിൽ കുറച്ച് കടകളുണ്ട്. നല്ല കോട ഇറങ്ങുന്നുണ്ട്. ഇതാണ് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ്. പാറയുടെ അറ്റം ഡോൾഫിന്റെ മൂക്ക് പോലെ പുറത്ത് നീണ്ടു നിൽക്കുന്നതിനാലാണ് ഈ പേര് വന്നത്. ഈ പാറയുടെ താഴെ 2000 അടി താഴ്ചയാണ്. അതുകൊണ്ട് അറ്റത്തേക്ക് പോകുന്നത് സൂക്ഷിച്ചു വേണം. ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് താഴ്വരയുടെ കാഴ്ച അതിമനോഹരമാണ്. അവിടെ നിന്ന് തിരിച്ചു വന്ന വഴിയിലൂടെ പോകുമ്പോഴാണ് വട്ടക്കനാൽ വാട്ടർഫാൾ. വെള്ളം തീരെ കുറവായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. അങ്ങനെ ഉച്ചയോടെ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.